ദൈവത്തിന് മഹത്വം. ഈ സമയം ചിന്തയ്ക്കടുത്ത വേദഭാഗം വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 18 മുതലുള്ള വേദഭാഗങ്ങൾ. തുയഥൈരയിലെ സഭ, ഒന്നാമത്തെ സഭ എഫെസോസ്, 2 സ്മുർദ, 3 പെർഗമോസ്, 4 തുയഥൈര. പെർഗമോസിൽ നിന്നും ഏകദേശം 70 കിലോമീറ്റർ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് തുയഥൈര പട്ടണം. നാം അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ തുയഥൈര പട്ടണക്കാരത്തിയായ ലുദിയ, രക്താംബരം വിൽക്കുന്നവളായ ലുദിയായുടെ ഒരു ചരിത്രം നമുക്ക് പ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ കാണുവാനായി സാധിക്കുന്നുണ്ട്. കമ്പിളി രോമം, പട്ടുവസ്ത്രങ്ങൾ എന്നിവ വ്യവസായം ചെയ്യുന്നതും ചായമുക്കൽ, തുകൽ, ഓട്, ചെമ്പ്, കളിമൺ എന്നിവ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉലകൾ പ്രവർത്തിക്കുന്ന തൊഴിലാളി കേന്ദ്രത്തിലെ സഭയോട് കർത്താവ് ഈ ദൂത് പ്രത്യേകിച്ച് വിളിച്ചു പറയുകയാണ്. ഉലയിൽ നിന്ന് ഉദിക്കുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനും വെള്ളോട്ടിന് സദൃശമായ കാലമുള്ള ദൈവപുത്രൻ അരുളിച്ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലമുള്ള ദൈവപുത്രൻ അരുളിച്ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ തുയഥൈരയിലെ ഒരു വിഭാഗം ജനം സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയുള്ളവർ. എന്നാൽ അവിടെ മറ്റൊരു കൂട്ടരുണ്ട്. അവർ ദുർനടപ്പിലേക്ക് ജനത്തെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂർ, അതിൽ പകലും രാത്രിയുമുണ്ട്. ഒരു ചൂടുണ്ടെങ്കിൽ തണുപ്പുമുണ്ട്, കുന്നുണ്ടെങ്കിൽ കുഴിയുമുണ്ട്, ഒരാണുണ്ടെങ്കിൽ ഒരു സ്ത്രീയും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരു വിഭാഗം ആൾക്കാർ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയുള്ളവർ. എന്നാൽ മറ്റൊരു കൂട്ടർ ദുർനടപ്പിലേക്ക് ജനത്തെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കർത്താവ് അവിടെ പറയുന്നത്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്. ആ കണ്ണുള്ള കർത്താവിന് അന്ധകാരത്തിലും ഭയാനകമായ ഇരുട്ടിലും യേശുക്രിസ്തുവിന് എല്ലാവരെയും ഒരുപോലെ കാണുവാനായി കഴിയും. സ്തോത്രം. അപ്പോൾ ഇരുട്ടിലുള്ളത് കാണുവാൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല, പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. മറിച്ച് ഒരു മനുഷ്യന് ഇരുട്ടിൽ കിടക്കുന്ന ഒരു വസ്തു കാണണമെങ്കിൽ ആ വ്യക്തിക്ക് വാസ്തവത്തിൽ ആ വെളിച്ചം അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് ഇരുട്ടിലിരിക്കുന്ന കാര്യാദികളെ, മറഞ്ഞിരിക്കുന്ന കാര്യാദികളെ കർത്താവിന് കാണുവാനായിട്ട് പ്രത്യേകിച്ച് വെളിച്ചത്തിൻ്റെ ആവശ്യകതയില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വചനത്തിലൂടെ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഒരു വ്യക്തിയുടെ ജയജീവിതവും ഒരു വ്യക്തിയുടെ പരാജയങ്ങളും വിജയവും പരാജയവും, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന് നന്നായിട്ട് അറിയുവാനായി സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ കാൽ അത് ബലത്തെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. വെള്ളോട്ടിനെ സദൃശ്യമായ കാലുള്ളവൻ, കാൽ
യേശുക്രിസ്തുവിൻ്റെ ബലത്തെയാണ് കാണിക്കുന്നത്. കാരണം യേശു ന്യായവിധിയിൽ തീഷ്ണതയുള്ളവനാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും ന്യായവിധിയിൽ യേശുക്രിസ്തുവിന് തെറ്റുപറ്റുകയില്ല എന്ന് ഞാൻ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിൻ്റെ കണ്ണുകൾ കൊണ്ട് കുറ്റം വിധിക്കുന്ന പ്രവൃത്തികളെ, ഹല്ലേലൂയ, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കണ്ണുകൊണ്ട് കുറ്റം വിധിക്കുന്ന പ്രവൃത്തികളെ യേശുവിൻ്റെ കാലുകൾ കൊണ്ട് അതിനെ ചവിട്ടി മെതിച്ച് കളയും. കർത്താവിൻ്റെ കൺമുമ്പിൽ ഒരു വ്യക്തിയുടെ പാപം, തെറ്റുകൾ തെളിവായി വരികയാണെങ്കിൽ കർത്താവിൻ്റെ അതേ കാലുകൊണ്ട്, വെള്ളോട്ടിന് സദൃശ്യമായ കാല് കൊണ്ട് കർത്താവ് അതിനെ ചവിട്ടി മെതിച്ച് കളയുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ, ഹല്ലേലൂയ, റോമാവിശ്വാസികളോട് സഭയോട് പൗലോസ് പറയുകയാണ്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട്. ഒരു മനുഷ്യൻ്റെ സകല രഹസ്യങ്ങളെയും, ഹല്ലേലൂയ, കർത്താവിന് മുമ്പിൽ അന്നാളിൽ വെളിപ്പെട്ടു വരുവാനായിടയായി തീരും. അതാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. പ്രിയ ദൈവമക്കളെ, സകലവും നമ്മുടെ കർത്താവിൻ്റെ കൺമുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ സദൃശ്യാക്കം 15-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യഹോവയുടെ കണ്ണ് എല്ലായിടത്തുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും ഒരുപോലെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ യൂദായുടെ ലേഖനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദാം മുതൽ ഏഴമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹല്ലേലൂയ. ആരാണപ്പോൾ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ന്യായവിധിയെക്കുറിച്ച്, ഹല്ലേലൂയ, ഏഴാമന ആദാം മുതൽ ഏഴാമന ഹാനോക്ക് ഇവിടെ പ്രവചിച്ചിരിക്കുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ റോമാലേഖനത്തിൽ പൗലോസ് പോലും പറഞ്ഞത്, യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട് എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഹാനോക്ക് പോലും ആണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചു കഴിഞ്ഞു, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു എന്ന് പ്രവചിപ്പാനായിടയായി തീർന്നു. ഹല്ലേലൂയ. ആകയാൽ ഈ നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ അരുമനാഥനാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് തുയത്തൈരയിലെ സഭയോട് പറയുകയാണ്, എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. അപ്പോൾ സഭയുടെ എല്ലാ
ചരിത്ര സംഭവങ്ങൾ, അതായത് സഭയുടെ ആദിയോട് അന്തം വരെയുള്ള സകല കാര്യാദികളും അറിയുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആകയാൽ ആമേൻ, ഇതെല്ലാം കർത്താവ് കണ്ട് മനസ്സിലാക്കിയ ശേഷം ഒരു നാൾ ഒരു ന്യായവിധിയുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾക്കും ആമേൻ നമുക്കും ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ നാം ലജ്ജിച്ചു പോകാതിരിപ്പാൻ നമ്മുടെ പ്രവൃത്തി എങ്ങനെയുള്ളതായിരിക്കണം? ഹല്ലേലൂയ. നാം ആമേൻ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയിൽ ഉറ്റിരുന്നു കൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തിരുവചന പ്രകാരം ജീവിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ തിരുവചനങ്ങളെ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ നല്ല കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ സഹായിക്കും. അന്ത്യനാളിൽ ഒരു ന്യായവിധിന് മുമ്പിൽ ഞങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ഇടവരാതവണം. തിരുമുമ്പിൽ തല ഉയർത്തി നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.